ഇന്റഗ്രേഷൻ നമ്മൾ പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായി പഠിച്ചു പോയാൽ 4 ചാപ്റ്ററും വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്റഗ്രൽ ഇ റൈസ് ടു എ എസ് പ്ലസ് ബി ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമുല എന്താ മക്കളെ? 1/a ഇൻറ്റു ഇ റൈസ് ടു എ എസ് പ്ലസ് ബി. ഇ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ആണ്, അതിനൊരു മാറ്റവും ഇല്ല. അപ്പൊ ഇ റൈസ് ടു എ എസ് പ്ലസ് ബി വരുമ്പോൾ അവിടെ ഇ റൈസ് ടു എ എസ് പ്ലസ് ബി അങ്ങനെ തന്നെ വരും. അവിടെ എല്ലാത്തിനകത്തും എക്സിന്റെ കോഎഫിഷ്യന്റ് അവിടെ ബൈ വരും. ദെൻ എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഇ റൈസ് ടു 2x ഡി എക്സ് ആണെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇ റൈസ് ടു 2x അങ്ങനെ തന്നെ എഴുതി അവിടെ എന്ത് വരും? എക്സിന്റെ കോഎഫിഷ്യന്റ് 1/2 പ്ലസ് ഇ ആയി, ആൻസർ ആയി. അനദർ എക്സാമ്പിൾ നോക്കാം. ഇ റൈസ് ടു 5x ഡി എക്സ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതുക. ഇ റൈസ് ടു 5x അങ്ങനെ തന്നെ വരും. ദെൻ അവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1/5 പ്ലസ് ഇ വരും. അനദർ എക്സാമ്പിൾ നോക്കാം. ഇ റൈസ് ടു 1 മൈനസ് 2x ഡി എക്സ് ആണ്. അവിടെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും. ഇ റൈസ് ടു 1 മൈനസ് 2x അങ്ങനെ തന്നെ വരും, പ്ലസ് സി അങ്ങനെ തന്നെ വരും. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1/-2 വരും. ദെൻ അനദർ എക്സാമ്പിൾ നോക്കാം. ഇ റൈസ് ടു എ എക്സ് ഡി എക്സ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും. ഇ റൈസ് ടു എ എക്സ് വരും. പിന്നെ എന്തോടെ വരും? എക്സിന്റെ കോഎഫിഷ്യന്റ് അവിടെ 1/a പ്ലസ് ഇ വരും. ഇതുപോലെ ഓരോ പ്രോബ്ലവും പഠിക്കുമ്പോൾ ബേസിക് ആയിട്ട് നന്നായി മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് ഇന്റഗ്രേഷൻ പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് ഇന്റഗ്രേഷന്റെ ബേസിക് വീഡിയോ ക്ലാസ്സോറ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിനകത്തുണ്ട്. മാക്സിമം അത് പ്രയോജനപ്പെടുത്തുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക.